Hi, my dear ones. Welcome to Tools Academy. HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നു. HSSTയുടെ സിലബസ് ഒക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തി. സോ ഇപ്പൊ എല്ലാവരും വളരെ കാര്യമായിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്റ്റാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഡെഫിനറ്റ്ലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എത്രത്തോളം സിലബസ് ഫോക്കസ്ഡ് ആയിരുന്നു എക്സാം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ ഏരിയാസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് മീൻസ് സിലബസിനകത്തുനിന്ന് ഓരോ നോവൽസിന്റെ ഉള്ളിൽ നിന്നും ലൈൻസ് ചോദിച്ചിട്ടുണ്ടോ, പോയംസ് ചോദിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്, ആ ഏരിയ ഒക്കെ നമ്മൾക്ക് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2018 ഫെബ്രുവരി മാസം നടന്ന HSST ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. Before moving to our question paper analysis, let me introduce the HSST coaching provided by Tools Academy. HSST coaching, Tools Academy, botany, zoology, physics, chemistry, mathematics, economics, English എന്നീ വിഷയങ്ങളിൽ അവൈലബിൾ ആണ്. ബാച്ചുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ, സ്ക്രീനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾക്കറിയാം ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് ജനറൽ പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. കാരണം നമുക്കറിയാം 2 മാസം നമ്മളിന്ന് വെയിറ്റ് ചെയ്യണം അല്ലേ. ഒരു ഏകദേശം 2 months വി ഹാവ് ടു വെയിറ്റ്. നമുക്ക് ഏകദേശം ഈ ഒരു ജനറൽ പാർട്ട് നമ്മുടെ സിലബസിൽ ഉണ്ടോ എന്ന് അറിയാൻ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. സോ ഞാൻ 31st ക്വസ്റ്റ്യൻ മുതലാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്, സിമ്പിൾ മെൻ അഡ്മയർ ദം ആൻഡ് വൈസ് മെൻ ഡാഷ്. ഇത് നമ്മളുടെ സിലബസിലുള്ള ഫ്രാൻസിസ് ബേക്കന്റെ കൊട്ടേഷൻ ആണ്. ആൻഡ് ഇത് ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസും ഓഫ് ട്രൂത്തും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഓഫ് സ്റ്റഡീസിലെ ആ ഒരു കൊട്ടേഷൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചേക്കാണ്. സോ ദ ആൻസർ ഇസ് ഡി, യൂസ് ദം. അടുത്തത്, which contemporary pilgrim carries a brooch inscribed the Latin words mean love conquers all. അത് വേറെ ആരുമല്ല, നമ്മളുടെ സ്വന്തം പ്രയറസസ് ആണ് അങ്ങനെ ഒരു ബ്രൂച്ച് അവരുടെ കയ്യിലുള്ളത്. അത് ലവ് കോൺകേഴ്സ് ഓൾ എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ലാറ്റിൻ ഇൻസ്ക്രിപ്ഷൻ ഉള്ള ബ്രൂച്ച് കൊണ്ട് നടക്കുന്നത് നമ്മുടെ പ്രയറസസ് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, വി ഹാവ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓഫ് പിൽഗ്രിം കാന്റംബറി ടെയിൽസ്, ഈച്ച് ആൻഡ് എവറി പിൽഗ്രിം ഓഫ് കാന്റംബറി ടെയിൽസ്. 29 പിൽഗ്രിംസ് ഉണ്ട്, പ്ലസ് ഹാരി ബെയ്ലി ഉണ്ട്. ഈ 29 പിൽഗ്രിംസിന്റെയും ഫിസിക്കൽ ട്രേറ്റ്സും അവരുടെ എന്താ പറയുക, അവരുടെ ക്യാരക്ടർ ട്രേറ്റ്സും എല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which meter did John Milton write the book number 9 of Paradise Lost? ബ്ലാങ്ക് വേഴ്സ്. നമുക്കറിയാം മിൽട്ടന്റെ ഓൾമോസ്റ്റ് എല്ലാ റൈറ്റിംഗ്സും വരാറുള്ളത് ബ്ലാങ്ക് വേഴ്സിലാണ്. പാരഡൈസ് ലോസ്റ്റിന്റെ കഥയല്ല, ക്യാരക്ടേഴ്സ് അല്ല, ആ ഒരു മീറ്റർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനിയുള്ള എക്സാമിനും ഈ പറയുന്ന പോയത്തിന്റെ ഒക്കെ മീറ്ററും റൈം സ്കീമും ഒക്കെ ചോദിക്കപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, thy dash makes my circle just and makes me end where I begin. ആൻസർ വരുന്നത് ഫേംനെസ് എന്നാണ്. ഓക്കെ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ജോൺ ഡണ്ണിന്റെ എ വാലഡേഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലെ ലൈനാണ്. നമുക്ക് ഫോർബിഡൻ മോർണിംഗ്, വാലഡേഷൻ ഫോർബിഡൻ മോർണിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. കാനോണൈസേഷനും ഒക്കെ നമ്മുടെ സിലബസും പ്രകാരം നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു എസ്സേയിലെ ലൈൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, പോയത്തിലെ ലൈൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, മാക്സിമം ട്രൈ ടു റീഡ് ദ ഒറിജിനൽ സ്ക്രിപ്റ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രേവിയാർഡ് പോയിറ്റ്? താഴെ കൊടുത്തിട്ടുള്ളവരിൽ നിന്നും ഗ്രേവിയാർഡ് പോയിറ്റ് അല്ലാത്തത് ആരാണ്? തോമസ് ഗ്രേ, എഡ്വേർഡ് യങ്, തോമസ് പാർണൽ, അലക്സാണ്ടർ പോപ്പ്. വെരി സിമ്പിൾ ആൻഡ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ഈവൻ ദോ നമുക്ക് ഗ്രേവിയാർഡ് പോയിറ്റ്സ് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് സിംപ്ലി നമ്മുടെ ഈ ഒരു ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റും. കാരണം അലക്സാണ്ടർ പോപ്പ് എന്തായാലും ഗ്രേവിയാർഡ് പോയിറ്റ് അല്ല. So no need to look at another options. Its correct option is Alexander Pope. പിന്നെ നമ്മൾക്ക് ഗ്രേവിയാർഡ് പോയിറ്റ്സിനെ പഠിക്കാനില്ല, പക്ഷെ നമുക്ക് തോമസ് ഗ്രേയുടെ എലിജിലിറ്റ് ഇൻ എ കൺട്രി ചർച്ചിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് നമ്മൾക്ക് ഫിലിപ്പ് ലാർക്കിന്റെ ചർച്ച് ഗോയിങ് പഠിക്കാനുണ്ട്. സോ യു ഹാവ് ടു നോ അബൌട്ട് ദ മൂവ്മെന്റ് പോയിറ്റ്സ്, വാർ പോയിറ്റ്സ്, നമ്മുടെ
war poets in the poem നമുക്ക് പഠിക്കാനുണ്ട്. So you have to know about the other war poets too. അടുത്ത question, which statement is true regarding two plays, The White Devil and Duchess of Malfi? നമുക്ക് Duchess of Malfi നമ്മുടെ സിലബസിന് പ്രകാരം ഉള്ളതാണ്. Duchess of Malfiയുടെ സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു വർക്ക് ആണ് വൈറ്റ് ഡെവിൾ എന്ന് പറയുന്ന വർക്ക്. അപ്പൊ നമുക്ക് ഇതിനെ റിഗാർഡ് ചെയ്യുന്ന കറക്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. Both are tragedies that deal with revenge motives. Actually അത് കറക്റ്റ് ആണ്. Duchess of Malfi is a revenge play ആണ്. പിന്നെ നമുക്ക് ബാക്കി താഴേക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. So the correct answer is option A. അടുത്തത്, where does Act 1 Scene 1 of William Conway's Way of the World open? നമുക്ക് പഠിക്കാനുണ്ട്, വേ ഓഫ് ദി വേൾഡ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഓരോ ആക്ടിന്റെയും ഓപ്പണിങ്സ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഓപ്പണിംഗ് വരുന്നത് ഇറ്റ്സ് ഓൺ എ ചോക്ലേറ്റ് ഹൗസ്. അടുത്തത്, വാട്ട് ഡസ് ദ ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ഡോക്ടർ ഫൂസ്റ്റേഴ്സ് ആം ഓ ഹോമോഫ്യൂജ് മീൻസ്? ഓ മാൻ ഫ്ലൈ എന്നാണ് അതിന്റെ ആ ഒരു ഇൻസ്ക്രിപ്ഷന്റെ അർത്ഥം വരെ. നമുക്കറിയാം ഡോക്ടർ ഫൂസ്റ്റേഴ്സ് മെഫിസ്റ്റോഫിലിസുമായിട്ട് ആ ഒരു ഉടമ്പടി സൈൻ ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. Who was the famous poet mentioned thrice in Mudflagno whom Thomas Shadwell greatly admired? തോമസ് ഷാഡ്വെലിന്റെ മക്ഫ്ലഗ്നോ എന്ന് പറയുന്ന ആ ഒരു സിത്താർ പീസിൽ വരുന്ന 3 പ്രാവശ്യം അദ്ദേഹം അഡ്മയർ ചെയ്യുന്ന ആ ഒരു ഫേമസ് പ്ലേ റൈറ്റ് ആരാണ്? ബെൻ ജോൺസൺ. Others truth universally acknowledged that a single man in position of good fortune must be in want of a wife. The sentence occurred in നമുക്കെല്ലാം പരിചയമുള്ള പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ആ ഒരു നോവലിനകത്ത് ബെനറ്റ്, മിസ്സസ് ബെനറ്റ് ആണ് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത്. Who wrote the preface to the second edition of Wuthering Heights? നമുക്ക് Wuthering Heights-ന്റെ കഥയല്ല, പ്രൊട്ടാഗണിസ്റ്റ് അല്ല, ഒന്നല്ല ചോദിച്ചേക്കുന്നത്. അതിന്റെ സെക്കൻഡ് എഡിഷൻ എഴുതിന്റെ പ്രിഫസ് ആരെഴുതി? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് ബൈ ഷാർലറ്റ് ബ്രോണ്ടെ. അതായത് നമ്മൾ ഒരു വർക്ക് പഠിക്കുവാണെങ്കിൽ, ഒരു പോയം നമ്മൾ പഠിക്കുവാണെങ്കിൽ എത്രത്തോളം നമുക്ക് അതുമായിട്ട് സറൗണ്ടിങ്, അതുമായിട്ടുള്ള എന്ത് പെരിഫറൽ നിൽക്കുന്ന തിങ്സ് ആയിക്കോട്ടെ, ഡെപ്ത് ആയിക്കോട്ടെ, എത്രത്തോളം അതുമായിട്ട് നമുക്ക് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നെയിം ഓഫ് ദ പ്യൂപ്പിൾ ഫ്രണ്ട് ഓഫ് ജെയിൻ അയർ അറ്റ് ലോക്ക്വുഡ് സ്കൂൾ. നമുക്കറിയാം ഇറ്റ്സ് ഹെലൻ ബേൺസ്. ജെയിൻ അയറിനെ അവർ ആ ഒരു സ്കൂളിലേക്ക് ആക്കി കഴിയുമ്പോൾ ജെയിൻ അയറിന് അവിടെ ആകെയുള്ള ഒരു സുഹൃത്ത് ഹെലൻ ബേൺസ് ആണ്. ഹെലന്റെ മരണശേഷമാണ് ജെയിൻ അയർ ആ സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുന്നത്. മിൽ ഓൺ ദി ഫ്ലൂസ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1860. Name the Cecily governess importance of being earnest. സെസിലി കാർഡ്യൂവിന്റെ ഗവർണേഴ്സ് ആയിട്ട് ഇമ്പോർട്ടന്റ് ഓഫ് ബീങ് ഏർണസ്റ്റ് എന്ന് പറയുന്ന പ്ലേയിൽ വരുന്ന ആളാരാണ്? ദാറ്റ്സ് മിസ് പ്രസം. Which is the scene of the tragic incident in the Dream Children, ചാൾസ് ലാമ്പിന്റെ ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന് പറയുന്നതിനകത്തെ ട്രാജിക് ഇൻസിഡന്റ് എന്താണ്? എ ഗ്രേറ്റ് ഹൗസ് ഇൻ നോർത്ത് ഫ്ലൂക്ക്. ഓ ലേഡി വി റിസീവ് ബട്ട് വാട്ട് വി ഗിവ്. ഹു is the lady referred to here? It's Sarah Hscht. നമ്മളുടെ സിലബസിലുള്ള ST കോളറിഡ്ജിന്റെ ഡിജക്ഷൻ ആൻഡ് ഓഡ് എന്ന് പറയുന്ന ലൈനാണിത്. The flowers that the blessed damsel had in her hands are, നമുക്ക് ബ്ലെസ്സഡ് ഡാംസൽ എന്ന് പറഞ്ഞ ഡീജെ റോസറ്റിയുടെ പോയം നമുക്ക് പഠിക്കാനുള്ള പോയമാണ്. അതിനകത്ത് ബ്ലെസ്സഡ് ഡാംസലിന്റെ കയ്യിലുള്ള ഫ്ലവേഴ്സ് ഏത് ഫ്ലവർ ആണ്? ബ്ലെസ്സഡ് ഡാംസലിന്റെ കയ്യിൽ കിടക്കുന്ന ഫ്ലവേഴ്സ് ലില്ലി ഫ്ലവേഴ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എത്ര ലില്ലി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, എത്ര സ്റ്റാർസ് ഉണ്ടായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സബ് ടൈറ്റിൽ ഓഫ് വിൻഡ് ഓവർ ഡാഷ് ടു ക്രൈസ്റ്റ് അവർ ലോഡ്. ചിലപ്പോൾ ഇതിനകത്ത് സ്പ്രാംഗൃതം ബേസ് ചെയ്ത് ചോദിക്കാം, ഇൻസ്കീപ്പ് ബേസ് ചെയ്ത് ചോദിക്കാം, ഇൻസ്ട്രസ് ബേസ് ചെയ്ത് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഡെത്ത് ക്ലോസസ് ഓൾ അപ്പിയേഴ്സ് ഇൻ ടെന്നിസൺ ഉലീസസ്. അതിലെ ഏറ്റവും ഫേമസ് ലൈനാണ്. Who is described as a drunken vain glorious loves in Easter 1916. നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ, ഈസ്റ്റർ 1916ന്റെ
ആ ഒരു പോയത്തിനകത്ത് എച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആരെയാണ്? That is John McBride. Harold Pinter's play are usually associated with the theater of absurd. Whose poetry abound with animal symbols? Ted Hughes. Ted Hughesന്റെ poetries ആണ് hook roasting ഒക്കെ. കുറച്ചുകൂടെ animal related poems വരുന്നത് ടെഡ് ഹ്യൂസിനാണ്. Who is the protagonist of Wasteland? Tiresias. Tiresias ആണ് protagonist, Wastelandന്റെ protagonist ആയിട്ട് വരുന്നത്. Which character is embodiment of reason and common sense in Lord of Flies? Lord of the Flies ഈ ക്യാരക്ടേഴ്സിന് നമുക്ക് നല്ലോണം നമ്മൾ പഠിച്ചിട്ട് പോകണം. റാൽഫ്, പിഗി, സാമോറിക് ട്വിൻസ് ആണ്. അതുപോലെ ജാക്ക്, ഇവരെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം. കാരണം ഓരോരുത്തർക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് റീസണും കോമൺ സെൻസും ഉള്ള ക്യാരക്ടർ ദാറ്റ് ഈസ് പിഗി ആണ്. അങ്ങനെ നമ്മൾ പിഗിക്ക് അങ്ങനെ കോമൺ സെൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? അവരെ ഒരു ഫയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒക്യുപേഷനിൽ പിഗിയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ട്രേറ്റ്സ്, ഫീച്ചേഴ്സ്, ഡയലോഗ്സ് എല്ലാം നമ്മൾ സൂക്ഷ്മമായി പഠിച്ചിട്ട് പോകേണ്ടിയിരിക്കുന്നു. Okay, what is the original title of Portrait of the Artist as an Young Man? Portrait of the Artist as an Young Man എന്ന് പറയുന്ന വർക്കിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്തായിരുന്നു? അതിന്റെ ഒറിജിനൽ ടൈറ്റിൽ വരുന്നത് സ്റ്റീഫൻ ഹീറോ എന്നായിരുന്നു. സോ നമ്മളൊരു വർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പബ്ലിഷിംഗ് ഇയറും ഡേറ്റും കാര്യങ്ങളും എല്ലാം പഠിക്കണം, ക്യാരക്ടേഴ്സ് പഠിക്കണം, അവരുടെ ട്രേറ്റ്സ് എല്ലാം പഠിക്കണം. പ്ലസ് അതിനെ സിനിമ വേർഷൻ ആക്കിയിട്ടുണ്ടോ, ടെലിവിഷൻ വേർഷൻ ആക്കിയിട്ടുണ്ടോ, അതിനാരെങ്കിലും സെക്കൻഡ് മോഡിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ പ്രിഫസ് ഉണ്ടോ, ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ, അതൊക്കെ പഠിക്കണം. പ്ലസ് ഇതിന് ഫസ്റ്റ് ടൈറ്റിലും സെക്കൻഡ് ടൈറ്റിലും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ, സബ് ടൈറ്റിൽസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. സോ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എൻ യങ് മാന്റെ ഫസ്റ്റ് ടൈറ്റിൽ വരുന്നത് സ്റ്റീഫൻ ഹീറോ എന്നായിരുന്നു. നമ്മൾക്ക് പഠിക്കാനുള്ള പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന വർക്കിന്റെ ഫസ്റ്റ് ടൈറ്റിൽ വരുന്നത് ഫസ്റ്റ് ഇംപ്രഷൻസ് എന്നായിരുന്നു. ഫിലിപ്പ് ലാർക്കിൻ belonged to Dash School of Poetry, Movement School of Poetry. Who authored the book Loneliness of Long Distance Runner? Very simple and straightforward question ആണ്. അലൻ സിലിൻറ്റോയുടെ വർക്ക് ആണത്. Name the playwright who tells his audience, I must warn my readers that my attacks are directed against themselves, not my stage figures. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്റെ നാടകങ്ങളെ ആരംഭിച്ചത് ജോർജ് ബെർണാഡ് ഷോ ആയിരുന്നു. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേസ്റ്റ്ലാൻഡ് പബ്ലിഷ് ചെയ്ത ഇയർ ആണ് ചോദിച്ചേക്കുന്നത്. 1922 വേസ്റ്റ്ലാൻഡ് പബ്ലിഷ് ആക്കിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായി വർക്ക്സിന്റെ ഓതേഴ്സ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഡ്രാമയാണെങ്കിൽ സ്റ്റേജ് ചെയ്യപ്പെട്ട വർഷങ്ങൾ, അതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മൈക്കിൾ ഫൂക്കോസ് വ്യൂ ദ ഓതർ ആസ് ഡാഷ്. ഫൂക്കോ ഓതറിനെ കാണുന്നത് ആസ് എ ഫങ്ഷൻ ആയിട്ടാണ്. കാരണം ഫൂക്കോനെ സംബന്ധിച്ച് ഒരു ഓതർ ഒരു ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഫൂക്കോ പറയുന്നത്. അതേപോലെ ദ മെത്തേഡ് അക്കോർഡിംഗ് ടു വിച്ച് ഓൾ നെയിം ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ന്യൂ സർക്കംസ്റ്റാൻസസ്. പഴയ പേരുകൾ നമ്മൾ പുതിയ സർക്കംസ്റ്റാൻസസിൽ ഉപയോഗിക്കുന്നതിന്റെ പേര് പാലനോമി എന്നാണ്. അടുത്തത് അക്കോർഡിംഗ് ടു T.S. Eliot, emotion of an art as dash, tradition and individual talent. സെറ്റിന്റെ സിലബസിലും HSA സിലബസിലും HSS സിലബസിലും ഒക്കെ ഓഫൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് T.S. Eliot, tradition and individual talent. So this essay is really important and the emotion of art is impersonal. Then gynocriticism. നമുക്കറിയാം ഫെമിനിസം, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, different waves, first wave, second wave, third wave, different female writers, feminist writers, അവരുടെ പുസ്തകങ്ങൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഗൈനോക്രിറ്റിസിസം ഇമ്പോർട്ടന്റ് ആണ്. ഗൈനോക്രിറ്റിസിസം aims to understand women's writing as a fundamental aspects of female reality. അതാണ് ഗൈനോക്രിറ്റിസിസം എയിം ചെയ്യുന്നത്. അടുത്ത ശരത് കുമാർ ലിംപാലെ states that Dalit literature emerges from the experience of Dalits. So the answer is experience. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെരിഫ്രസിസ് എന്താണെന്നാണ്. ആക്ച്വലി പെരിഫ്രസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the use of indirect and circumambulatory speech or writing. അതാണ് പെരിഫ്രസിസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വരുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് സർക്കംലേഷൻ ആണ്. Art as a technique highlights the concept of dash. Art as technique highlight the concept of defamiliarization.
The statement, one may be a poet without versing and a versifier without poetry, was made by Philip Sidney. Which poem by Wordsworth is cited by Cleander Brooks as based on paradoxical situations? It is a beauteous evening. The way in which linguistic elements are put together to form phrases or clauses are called syntax. Specific features that are superimposed on the utterances of speech are suprasegmental. Derivation and compounding are related to dash morphology. Noam Chomsky is generally associated with generative grammar. അതായത് നിങ്ങൾ ഈ ഒരു ഭാഗം ഏകദേശം ഈ ഒരു 67th ക്വസ്റ്റ്യൻ മുതൽ 74 വരെ നോക്കുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് മാറ്റി നിർത്താം. 67, 71, 72, 73, 74 ഇതെല്ലാം നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ അതായത് നമ്മളുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവറി പോർഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. അടുത്തതും ദാറ്റ്സ് ഫ്രം ലിംഗ്വിസ്റ്റിക്സ്. സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫയർ ആർ ദ ടേംസ് യൂസ്ഡ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി ബൈ, അത് നമുക്ക് എളുപ്പമല്ലേ, ആരാണ്? സൊഷ്വർ ആണ്. സൊഷ്വർ ആണ് ഈ പറഞ്ഞ ഡൈക്കോട്ടോണമീസ്, സൈൻ, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ലാങ്, പരോള് അതെല്ലാം കൊണ്ടുവന്നത്. The first Germanic sound shift is also known as Grimm's law. Kentish, Mexican, Normanian, etc. are dash dialects. It's Old English dialects. The language variety unique to a single speaker of a language is called idiolect. Oru individual person the language variety in the parna perana idiolect. Chaucer's contemporary takes as an example of dash dialects. ചോസറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടമാണ്. സോ മിഡിൽ ഇംഗ്ലീഷ് ഡയലക്ട്സ് നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ ലിംഗ്വിസ്റ്റിക്സ് ഏരിയാസും അതേപോലെ ലാംഗ്വേജ് ലൈക്ക് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ലാംഗ്വേജസ് നമുക്ക് എല്ലാം പിന്നെ നമ്മൾ നോക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ്. ചില വേർഡ്സ് നമുക്ക് ലോൺ വേർഡ്സ് ഉണ്ട്, ഫ്രഞ്ച് ലോൺ വേർഡ്സ്, അങ്ങനത്തെ കുറെ ലോൺ വേർഡ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഐ വിൽ മാർക്ക് ദ ആൻസേഴ്സ് ഫോർ യു. ഇത് ആൻസർ സൊഷ്വർ ആണ്, ഇത് ഗ്രിംസ് ലോ ആണ്. അതേപോലെ മിഡിൽ ഇംഗ്ലീഷ്, സോറി ഇറ്റ്സ് ബിലോങ് ടു ദ ഓൾഡ് ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് ഇഡിയോലെക്ട്സ്, മിഡിൽ ഇംഗ്ലീഷ്. The classical words found a way to English language since the Renaissance. Name the author of the poet lover, bird watcher. Who wrote the poem? Simple question ആണ്, straightforward question ആണ്. That was written by Nassim Hsst. Which tree is immortalized by Torudat in her autobiographical poem? Torudatinte ആ ഒരു poem തന്നെ Cazeroya tree എന്നാണ്. So 82 option B ആണ്. Who is the third occupant in the carriage described in Emily Dickinson poem Because I Could Not Stop for Death? ആരാണ്? മൂന്നാമത്തത് immortality ആണ്. Kamala's concept of language in the poem Introduction, writes and 3, speaks to, knows 3, dream in 1. ഏതാണ്? Dream in 1. അത് ലൈൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. She can speak in 3 എന്നാണ്. അവർക്ക് ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും അറിയാം. ആൻഡ് ഷീ റൈറ്റ്സ് ഇൻ 2, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതും. ആൻഡ് ഷീ ഡ്രീംസ് ഇൻ 1. അതാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് കറക്റ്റ് ലൈൻ അറിയാമെങ്കിൽ മാത്രമേ അത് പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. Which road did the traveler choose in Robert Froude's poem Road Not Taken? The less traveled path ആണ് എടുക്കുന്നത്. Heads of Devadatta and dash are interchanged in Girish Karnad Hayavadana. ഹയവദനയിൽ ദേവദത്തയുടെയും കപിലയുടെയും തലകളാണ് പത്മിനി അങ്ങോട്ടും അങ്ങോട്ടും മാറ്റി വെക്കുന്നത്. സോ 86 ഓപ്ഷൻ സി. Brutus in Eugene O'Neill's play Emperor John keeps his followers under the control with the acclaimed of dash. എന്താണ്? സിൽവർ ബുള്ളറ്റ് കാണിച്ചിട്ടാണ് അയാൾ തന്റെ കാൽക്കീഴിലാക്കുന്നത്. The broken unicorn is a symbol of dash in the play glass menagerie. അത് എന്തിന്റെ സിമ്പിൾ ആയിരുന്നു? ദാറ്റ് ഈസ് ലോറ, ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഡിസേബിലിറ്റിയുടെ സിമ്പിൾ ആയിരുന്നു. What time did the clock hands shows at Salmon Sinai's birth in Midnight Children? It's 12 midnight. 12 midnightലാണ് ആ കഥ സംഭവിക്കുന്നത്. Which letter is used to brand the protagonist in Hawthorne's novel Scarlet Letter? A ആണ്.
Black Skin, White Mask is a work by Francis Fanon. An interdisciplinary approach to the relation between literature and environment is found in eco-criticism. Enemies, a love story is a dash by Isaac Passive Singer. It's a Holocaust. The feminist anthology, The Bridge Called My Back, writing by radical women of color, is edited by Joanda Ramos. The term lesbian existence and lesbian continuum were advocated by Andreen Rich. The term thick description was used by the anthropologist Clifford Grens in his work The Interpretation of Culture. അതായത് നമ്മൾക്ക് മോഡേൺ ന്യൂ ട്രെൻഡ്സ് ആൻഡ് ലിറ്ററേച്ചർ, ഇക്കോ ക്രിറ്റിസിസം, ക്യൂർ തിയറി, അതേപോലെ ഡീപ്പ് എക്കോളജി, ഇക്കോ ഫെമിനിസം, ഇക്കോ മാസ്കുലിനിസം, അങ്ങനത്തെ കുറെ കറന്റ് എമേർജിങ് ട്രെൻഡ്സ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട്. ഈവൻ ദോ നമ്മുടെ സിലബസിൽ അത് അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും യു ഹാവ് ടു നോ അബൌട്ട് മാർക്സിസം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ന്യൂ എമേർജിങ് ട്രെൻഡ്സ് ആൻഡ് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കണം. അതിൻ്റെ കൂടെ മാർക്സിസം, കൾച്ചറൽ ഹിസ്റ്റോറിസിസം, കൾച്ചറൽ മെറ്റീരിയലിസം, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. The term cultural industry is associated with Theodor Adorno and Max Horkheimer. The German sociologist who is the author of Structural Transformation of Public Sphere, Jürgen Habermas. The author of Postmodern Condition, Jean Francis Lyotard. Dash is a key feature of diasporic literature. Displacement is a key feature of diasporic literature. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് നമുക്ക് എത്രത്തോളം ഡീപ്പായിട്ടും വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് നമ്മളുടെ മെമ്മറിയിൽ നമുക്കൊരു വർക്കിനെ കുറിച്ച് സമ്പൂർണ്ണ ഒരു എൻസൈക്ലോപീഡിയ നമ്മൾ ആകേണ്ടിയിരിക്കുന്നു. സോ വളരെ കാര്യമായിട്ട് ഒരു വർക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ യു ഹാവ് ടു നോ അബൌട്ട് ദ പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ആ വർക്ക് എഴുതിയ പീരീഡ്, ആ പീരീഡിന്റെ ഫീച്ചേഴ്സ്, ആ ഓതറിന്റെ റൈറ്റിംഗ് സ്റ്റൈല്, അദ്ദേഹത്തിന്റെ മറ്റ് ഫേമസ് വർക്ക്സുകൾ, അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് ജോണർ, ട്രാജഡി, കോമഡി, കോമഡി ഓഫ് മാനേഴ്സ്, കോമഡി ഓഫ് ഹ്യൂമേഴ്സ്, അത് ഏതാണ്, അങ്ങനത്തെ ഏരിയ എല്ലാം നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് കണ്ടതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് HSST എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സിലബസിലെ ഓരോ വർക്കും പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.